ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ നവോദയയുടെ സെലക്ഷൻ ടെസ്റ്റിന് 2 ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഏരിയ ഓഫ് എ പാത്ത് കണ്ടുപിടിക്കാനാണ്, അല്ലെങ്കിൽ ഏരിയ ഓഫ് ഷെയ്ഡ് ഓഫ് പോർഷൻ, അതല്ലെങ്കിൽ ഏരിയ ഓഫ് ദി ലോണ്, പുൽത്തകിടിയുടെ ഏരിയ കാണാൻ, അതല്ലെങ്കിൽ പാതയുടെ വിസ്തീർണം കാണാൻ, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യനാണ് ഇന്നിവിടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഞാനൊന്ന് വായിക്കാം. റെക്ടാങ്കുലർ ടാങ്ക്, ഇപ്പോൾ ടാങ്കിൻ്റെ ഷേപ്പ് റെക്ടാങ്കുലർ ആണ്. 25 മീറ്റർ ലോങ് ആൻഡ് 12 മീറ്റർ ബ്രോഡ് ഈസ് സറൗണ്ടഡ് ബൈ എ ലോൺ എന്ന് പറഞ്ഞാൽ പുൽത്തകടി ഓഫ് വിഡ്ത്ത് 3 മീറ്റേഴ്സ്. കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദി ലോൺ. അപ്പം ലോണിൻ്റെ ഏരിയ ആണ് നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പം ഇവിടെ ഒരു ചിത്രത്തിൻ്റെ സഹായത്തോടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് ഇതാണ് റെക്ടാങ്കുലർ ടാങ്ക്, വലുതാണ് റെക്ടാങ്കുലർ ടാങ്ക്. ഈ റെക്ടാങ്കുലർ ടാങ്കിൻ്റെ നീളം ഈ ചെറുതാണ് റെക്ടാങ്കുലർ ടാങ്ക്. ഇതിൻ്റെ നീളം 25 മീറ്ററും വീതി 12 മീറ്ററുമാണ്. അതിന് ചുറ്റും, അതായത് ഇതാണ് പാത്ത്, അതിന് ചുറ്റും 3 മീറ്റർ വീതിയിൽ, 4 വശത്ത് 3 മീറ്റർ വീതിയിലൊരു പാതയുണ്ട്, പാത. അപ്പം ഈ പാതയുടെ വിസ്തീർണം നമുക്കിവിടെ കാണേണ്ടത്. അന്നേരം ആദ്യം തന്നിരിക്കുന്ന റെക്ടാങ്കുലർ പ്ലോട്ട് ഉണ്ടല്ലോ, ഇത് ഉള്ളിലെ റെക്ടാങ്കുലർ പ്ലോട്ട്, ഇതിൻ്റെ നീളത്തോടും വീതിയോടും കൂടി 3+3 കൂട്ടണം. അതായത് നീളം ഈ ഔട്ടർ പാത്തിൻ്റെ നീളം കണ്ടുപിടിക്കാൻ ഈ 25 കൂടി എന്ത് ചെയ്യണം? 3+3 കൂട്ടണം. അതായത് 6, 31 വരും. അതിൻ്റെ ഇവിടുന്ന് ഇവിടം വരെയുള്ള നീളം എത്ര വരും? 31 വരും. കാരണം ഈ പാത്തിൻ്റെ വീതി, ലോണിൻ്റെ വീതിയോട് കൂട്ടണം. ഇനി അതിൻ്റെ വീതി അപ്പം നീളം നമുക്ക് 31 എന്ന് കിട്ടി, വലിയൊരു റെക്ടാങ്കിളിൻ്റെ. ഇനി വലിയ റെക്ടാങ്കിളിൻ്റെ വീതി കണ്ടുപിടിക്കാൻ ഈ 3യും കൂടെ കൂട്ടണം. അതായത് 12 ഇവിടം വരെയുള്ള നീളം 12 ആണ്. അപ്പം ഇത്രയും കൂടെ കൂട്ടണം നമുക്ക്. അപ്പം 12 3+3 6 കൂട്ടും 18 വരും. അപ്പം ഇനി ഈ ലോണിൻ്റെ ഏരിയ കാണാൻ ഏരിയ ഓഫ് ദി ലോൺ ഈസ് ഈക്വൽ ടു ഔട്ടർ ഏരിയ മൈനസ് ഇന്നർ ഏരിയ. അതായത് വലിയ റെക്ടാങ്കിളിൻ്റെ ഏരിയ ചെറിയ റെക്ടാങ്കിളിൻ്റെ ഏരിയ കുറച്ചാൽ മതി. അപ്പോൾ ഏരിയ ഓഫ് ബിഗ് റെക്ടാങ്കിൾ, വലിയ ചതുരത്തിൻ്റെ ഏരിയ കാണാൻ, വലിയ ചതുരത്തിൻ്റെ നീളം 31 ആണ്. 31 ഇൻറ്റു വീതി 18 ആണ്. 31 ഇൻറ്റു 18 558 കിട്ടും ഇൻറ്റു ചെയ്യുമ്പോൾ. ഇനി ചെറിയ ചതുരത്തിൻ്റെ വിസ്തീർണം, സ്മോൾ റെക്ടാങ്കിളിൻ്റെ ഏരിയ കാണാൻ 25 ആണ് ഇതിൻ്റെ ലെങ്ത്, 12 ആണ് ഇതിൻ്റെ ബ്രെഡ്ത്ത്. അപ്പോൾ 25 ഇൻറ്റു 12 300. ഇനി വലുതിൻ്റെ ഏരിയയിൽ നിന്ന് ചെറുതിൻ്റെ ഏരിയ കുറച്ച് കഴിയുമ്പോൾ, ഇതാണ് ചെറുതിൻ്റെ ഏരിയ, ഇത് വലുതിൻ്റെ ഏരിയ, വലിയ ചതുരത്തിൻ്റെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഏരിയ ഓഫ് ദി ലോൺ കിട്ടും. ഇനി സെയിം ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ചെറിയൊരു വ്യത്യാസമുണ്ട്. നമുക്കിവിടെ തന്നിരിക്കുന്ന വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദി ഷെയ്ഡഡ് പോർഷൻ ആണ്. ഈ ഷെയ്ഡ് ചെയ്ത പോർഷൻ്റെ ഏരിയയായി ചോദിച്ചിരിക്കുന്നത്. നമുക്ക് അകത്തേതിൻ്റെ അളവാണ് തന്നിരിക്കുന്നത്. അപ്പം അകത്തേതിൻ്റെ അളവ് തന്നിട്ടുള്ള, അല്ല പുറത്തെ അളവാണ് തന്നിരിക്കുന്നത്. അതായത് 40, ഈ 40 തന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ 15 തന്നിട്ടുണ്ട്. പുറത്തെ അളവാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അകത്തെ ഉള്ളതിൻ്റെ നീളം കാണാൻ, അകത്തുള്ള അളവിൻ്റെ നീളം കാണാൻ എന്ത് ചെയ്യണം? നമ്മൾ ഈ 40 നിന്ന് 2 സൈഡിലുണ്ട് 3+3 ആണ്. 40 നിന്ന് 6 കുറയ്ക്കണം. അപ്പോൾ 34 വരും ലെങ്ത്. പിന്നെ 15 ആണ് ഇത് ടോട്ടൽ. ഇവിടം വരെയുള്ള നീളം 15 ആണ്. അതിൽ നിന്ന് 6 കുറയ്ക്കുമ്പോൾ ഇവിടം വരെയുള്ള നീളം വീതി കിട്ടും. ഇവിടം വരെയുള്ള നീളം 34. അപ്പം ഔട്ടർ ഏരിയയിൽ നിന്ന് ഇന്നർ ഏരിയ മൈനസ് ചെയ്താൽ മതി, ആദ്യം ചെയ്ത പോലെ തന്നെ. അപ്പം 40 ഇൻറ്റു വലിയ റെക്ടാങ്കിളിൻ്റെ, വലിയ ചതുരത്തിൻ്റെ വിസ്തീർണം കാണാൻ 40 ഇൻറ്റു 15 6 മീറ്റർ സ്ക്വയർ എന്ന് വരും. ഇനി ചെറിയ റെക്ടാങ്കിളിൻ്റെ കാണാൻ 34, അതായത് ഇവിടെ 34 ഇൻറ്റു 9 വരും. 34 9 300 6 മീറ്റർ സ്ക്വയർ. ഇനി ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൻ്റെ വിസ്തീർണം കാണാൻ 600 മീറ്ററിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? 300 6 മീറ്റർ കുറയ്ക്കുമ്പോൾ 294 മീറ്റർ സ്ക്വയർ കിട്ടും. അപ്പോൾ ഇത് നിങ്ങൾ വീണ്ടും ചെയ്ത് പഠിക്കുക. ഇത് വരച്ചെടുത്ത് ചെയ്യണം. ഇനി അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം. താങ്ക് യു.